ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മുത്തശ്ശി, മോളെ, ഈ കണക്കുകൾക്കൊക്കെ ഏട്ടൻ എത്ര പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടോ അതുപോലെ ഏട്ടന്റെ കുടുംബജീവിതത്തിനും പ്രാധാന്യം കൽപ്പിക്കണം. കൃത്യമായിട്ടൊരു സമയം അതിനുവേണ്ടി നീക്കി വെക്കുകയും വേണം. ഉദാഹരണത്തിന് ഇപ്പൊ പുറത്തൊന്നും പോണ്ട. ദേ തുടങ്ങി. ഒന്നും മിണ്ടായിരിക്കാൻ പറ്റുമോ? ഏട്ടാ, ഏട്ടൻ എഴുന്നേറ്റൊന്ന് റെഡിയായി ഏട്ടത്തെയും കൂട്ടി പുറത്തു പോകും. ഏട്ടത്തെ എവിടെയൊക്കെ കൊണ്ടുപോകണമെന്ന് വെച്ചാ അവിടെയൊക്കെ കൊണ്ടുപോകും. ഇത് കണ്ടോ, സത്യത്തില് ഏട്ടത്തി എന്തുമാത്രം ദ്രോഹങ്ങൾ രാധയോട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഏട്ടത്തിയുടെ ജീവിതം സന്തോഷമുള്ളതാക്കാൻ വേണ്ടി രാധയെ ശ്രമിക്കുന്നത് കണ്ടില്ലേ? എനിക്ക് അതിശയം തോന്നുന്നത്. ഒരു അതിശയവും തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഏട്ടത്തെ പോലും മാറ്റി നിർത്തി അമ്മ ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് തന്നെയാണ്. അപ്പോ ഈ കുടുംബത്തിലെ കുറച്ചുപേര് മാത്രം സന്തോഷിച്ചിട്ട് കാര്യമില്ലല്ലോ. എല്ലാവർക്കും സന്തോഷം കിട്ടണ്ടേ? എന്നാലല്ലേ എനിക്ക് മനസ്സമാധാനം കിട്ടുള്ളൂ. ഏട്ടാ, ഏട്ടൻ നല്ല മനുഷ്യനാ. ആ നന്മ ഏട്ടത്തിയുടെ മുന്നിലൊന്ന് പ്രദർശിപ്പിക്കാൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതെ, മതി മതി, ഇതൊക്കെ മടക്കി വെച്ചേ. എടാ, ഇനിയും തർക്കിച്ച ഞാൻ ഇതെല്ലാം കൂടെ എടുത്ത് വലിച്ചെറിയും. ഇന്നിനി നോ അക്കൗണ്ടിങ്, നോ ഓഫീസ് ജോബ്സ്, ഓൺലി കംപ്ലീറ്റ് റിലാക്സേഷൻ. നോക്ക്, എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി പോ മിസ്റ്റർ. ഓക്കെ, ആയിക്കോട്ടെ. എന്റെ അനിയനും അനിയത്തിയും പറഞ്ഞിട്ട് ഇനി അത് കേട്ടില്ലെന്നുണ്ട. അങ്ങനൊന്നും വേണ്ട. ഏട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരം പോയാ മതി. എല്ലാം ശരിയാവും ഏട്ടാ. നിങ്ങൾ പരസ്പരം ഇനി നല്ലത് മാത്രമേ പറയൂ. എനിക്ക് ഉറപ്പുണ്ട്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പെണ്ണിനെ കിട്ടാൻ ഞാൻ എന്ത് പുണ്യം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ആലോചിക്കുന്നു. ഇന്നലെ ഓഫീസിൽ വെച്ച് ഒരു സ്റ്റാഫ് വരുണിനെ ഒരുപാട് പുകഴ്ത്തി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവരോട് വരുൺ എന്താ പറഞ്ഞേ? കൂടുതൽ പെയിന്റ് അടിക്കണ്ടെന്ന്. അതന്നെ എനിക്കും പറയാനുള്ളത്. കൂടുതൽ പെയിന്റ് അടിക്കണ്ട ഏട്ടാ. ഇതിങ്ങനെ പലതും പറയും. ഏട്ടൻ ചെല്ലേ. ഓക്കെ, തൽക്കാലം കണക്കുകൾക്ക് വിടാം. ഇനി ഓൺലി ജീവിതം. ഓക്കെ, നല്ല തീരുമാനം. ഹലോ, എവിടെ പോലായി ഒരുക്കം? വിശേഷിച്ച് എങ്ങോട്ട് പോവാൻ? ചില ദിവസങ്ങളിൽ ഇതുപോലൊന്നും ഉറങ്ങണമെന്ന് തോന്നും. ഉറങ്ങുകയും ചെയ്യും. അത് കഴിയുമ്പോ വല്ലാത്തൊരു നിരാശയായിരിക്കും. കാണാനോ നല്ലത് പറയാനോ ഒരാളില്ലല്ലോ. ഒന്ന് പുറത്തു പോവാന്ന് വെച്ചാലോ? തനിച്ച് ഞാനത് ശീലിച്ചിട്ടുമില്ല. താനൊരു കാര്യം ചെയ്, ഒന്ന് നന്നായിട്ട് ഒരുങ്ങിക്കോ. എന്തേ, എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? അതിപ്പോ എങ്ങോട്ടെന്നുള്ള ചോദ്യമൊന്നും വേണ്ട, നമ്മൾ അങ്ങോട്ട് ഇറങ്ങുക. അതിപ്പോ ലോകം മുഴുവൻ സഞ്ചരിക്കണം എന്ന് ചോദിച്ചാ ഞാൻ റെഡിയാ. നമുക്കൊന്ന് ചുറ്റിയടിച്ചിട്ടൊക്കെ വരാടോ. അല്ല, അച്ഛനോട് അമ്മയുടെ അനുവാദം വാങ്ങിച്ചോ? ഞാൻ എന്റെ ഭാര്യയായിട്ട് പുറത്തു പോകുന്നതിന് ആരോട് അനുവാദം വാങ്ങിക്കേണ്ടത്? എനിക്ക് സൗകര്യമില്ല. അതെ, കാരണവന്മാർക്ക് അവരെ അർഹിക്കുന്ന ബഹുമാനമൊക്കെ കൊടുക്കണം. ചില കാര്യങ്ങൾ അവര് പറയുന്നതൊക്കെ നമ്മൾ അനുസരിക്കാൻ വേണം. പക്ഷേ നമ്മുടെ ദാമ്പത്യം നമ്മുടെ അവകാശമാണ്. അത് നമ്മൾ ആഘോഷിക്കും. ഒരു വിട്ടുവീഴ്ചയില്ലാതെ ആഘോഷിക്കും. എന്ത് പറ്റി? പെട്ടെന്ന് അങ്ങോട്ട് ധീരനായി പോയല്ലോ. ഞാൻ വാക്ക് തന്നല്ലേ, ആ വാക്ക് ഞാൻ തെറ്റിക്കില്ല. അല്ല, നമ്മള് മാത്രമാണോ പോകുന്നത്, അതോ വരുണും രാധികയൊപ്പം വരുന്നുണ്ടോ? എന്താ കൽപ്പന ഇത്? അവരാരും കൂടെ ഇല്ല, നമ്മള് മാത്രമേ പോകുന്നുള്ളൂ. അല്ല, നമ്മള് പോകുമ്പോഴേ നിക്ക് ഞങ്ങളും കൂടെ വരുന്നു എന്നവര് പറഞ്ഞാലോ? താൻ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. രാധികയും വരുണും നല്ല സന്തോഷത്തിൽ തന്നെയാ ജീവിക്കുന്നത്. അത് ഇവിടെ ആയാലും എവിടെ ആയാലും അവരങ്ങനെ തന്നെ ആയിരിക്കും. ഇതിപ്പോ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? അവരോടൊന്നും മത്സരിക്കാനാ. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അല്ല, സൂര്യക്കും കൽപ്പനയ്ക്കും പരസ്പരം സ്നേഹിക്കാൻ അറിയാന്ന് അവരെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. താൻ പറഞ്ഞതുപോലെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളും വെച്ച് കണിമംഗലത്തിന്റെ അകത്തളത്തിൽ ഒതുങ്ങിക്കൂടിയൊരു യൗവനം അതെന്റെ. താനതറിഞ്ഞിട്ടില്ലെങ്കിലും ചില നേരമെങ്കിലും ഞാനതോർത്ത് കരഞ്ഞിട്ടുണ്ട്.
ഒന്നിനും വയ്യാത്തവനായി ഇരുന്നു പോയിട്ടുണ്ട്. താൻ എനിക്ക് കാവലിരുന്നില്ലേ, അത് ഈ ജന്മം മുഴുവനുള്ള കടപ്പാടാ. ഞാനതൊന്ന് പതുക്കെ പതുക്കെ വീട്ടിൽ തീർത്തിട്ടടോ. റിയലി റിയലി ലവ് യു. ഞാനേ പെട്ടെന്ന് റെഡിയാവാം. ഞാൻ കരുതിയതിനപ്പുറത്ത് എന്നെ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ സൂര്യക്കിപ്പോ സാധിക്കുന്നുണ്ട്. താങ്ക് യു. ഇതടാ അല്ലേ? കൊള്ളാം. മാറിക്കോ. അയ്യടാ പൊയ്ക്കോ പൊയ്ക്കോ. വേണ്ട പൊയ്ക്കോ പൊയ്ക്കോ. അയ്യടാ കൽപ്പന, ഞാൻ കുറച്ചു നേരം കൂടെ വരുവാ. പറ്റത്തില്ല. ഓ ചെല്ല്. മുത്തശ്ശി, മോളെ മോളെ മുത്തശ്ശി, ഞാനിതെവിടെയാ? മോള് ഹോസ്പിറ്റലില്ല. ഒക്കെ മുത്തശ്ശി പറയാം. മോളെ പതുക്കെ